ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മോട് വിട പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാം അവസാനമായി ഷില്ലോങ്ങിലെ IIM-ൽ നടത്തിയ ഒരു പ്രഭാഷണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നമുക്ക് വലിയൊരു പാഠമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവസാനമായി നമുക്ക് പകർന്നു നൽകിയ ഗുണപാഠം. അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിൽ ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വേഴ്ച തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഞാനൊരു സംഭവ കഥ പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് എന്നും ഓർമ്മയിൽ വയ്ക്കണം. 1979 ഞാൻ SLV-3 സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടീമിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആവുന്നത്. ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. അതിനായി ആയിരക്കണക്കിന് ആൾക്കാർ മാസങ്ങളായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ ഞാനെത്തി. വിക്ഷേപണത്തറയിൽ കൗണ്ട് ഡൗൺ നടക്കുകയാണ്. D4 മിനിറ്റ്, D1 മിനിറ്റ്, D40 സെക്കൻഡ് എന്നിങ്ങനെ കൗണ്ട് ഡൗൺ പോകവേ കമ്പ്യൂട്ടർ പെട്ടെന്ന് ഒരു തടസ്സം ഉണ്ടെന്ന് കാണിച്ചു. ഇപ്പോൾ ഉപഗ്രഹം ലോഞ്ച് ചെയ്തെന്ന് കമ്പ്യൂട്ടർ അറിയിച്ചു. എല്ലാ സംവിധാനങ്ങളും പ്രക്രിയകളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നോടൊപ്പം 6 വിദഗ്ധരും ഉണ്ട്. ഉപഗ്രഹവുമായി പുറപ്പെടേണ്ട റോക്കറ്റിന്റെ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തോ ലീക്കേജ് ഉണ്ടെന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുകയായിരുന്നു. എന്നാലും സാരമില്ല, ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ആവശ്യമായ ഇന്ധനവും മറ്റും അതിൽ നിറച്ചിട്ടുണ്ട്. ലോഞ്ചുമായി മുന്നോട്ട് പോകാൻ തന്നെ വിദഗ്ധരോട് ഞാൻ ആവശ്യപ്പെട്ടു. വേണ്ടത്ര ഉയരത്തിൽ റോക്കറ്റിനെ എത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന കൺട്രോൾ സംവിധാനത്തിൽ തന്നെയാണ് ലീക്കേജ് ഉണ്ടായിരുന്നത്. രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. വിക്ഷേപണവുമായി മുന്നോട്ട് പോവുക. 2 ഘട്ട റോക്കറ്റായിരുന്നു അത്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. 2ാം ഘട്ടം എത്തിയപ്പോൾ റോക്കറ്റ് കറങ്ങാൻ തുടങ്ങി. ചുരുക്കത്തിൽ ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കേണ്ടതിന് പകരം ഉപഗ്രഹത്തെ ഞങ്ങൾ ബംഗാൾ ഉൾക്കടലിലേക്കാണ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 1979 സംഭവമാണിത്. ഇന്ത്യയിലെ വിക്ഷേപണത്തറയിൽ നിന്ന് ആദ്യമായിട്ട് ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള ആദ്യ ശ്രമവുമായിരുന്നു. അതാണ് പരാജയത്തിൽ കലാശിച്ചത്. എൻ്റെ ജീവിതത്തിലെ ആദ്യ പരാജയം. പരാജയത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഞാൻ വളരെ ചിന്തിച്ചു. വിജയങ്ങളെ നേടാൻ എനിക്കറിയാം, പക്ഷേ പരാജയത്തെ? ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കവേ ഒരു മഹത് വ്യക്തിത്വം, ഒരു ഉന്നതനായ നായകൻ എൻ്റെ അടുത്തിട്ട് വരികയാണ്. അത് മറ്റാരുമല്ല, സതീഷ് ധവാൻ, ISROയുടെ ചെയർമാനാണ്. മാസങ്ങൾ നീണ്ട അധ്വാനം പരാജയപ്പെട്ടതിൻ്റെ വിഷമത്തിലും ശാരീരിക ക്ഷീണത്തിലും വരുന്ന എന്നെ തട്ടിവിളിച്ചു. വരൂ, നമുക്ക് പത്രസമ്മേളനത്തിൽ പോകാം എന്ന് പറഞ്ഞു. പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്കടിച്ചു. ലോകമെമ്പാടുമുള്ള പത്രക്കാരും ഉണ്ടാകും അവിടെ. അനങ്ങുന്നതിൻ്റെയും തിരിയുന്നതിൻ്റെയും ഒക്കെ ഫോട്ടോ എടുക്കാനും ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവിടെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ചെന്നിരിക്കേണ്ടി വരുന്നത് ഓർത്തപ്പോഴാണ് മനസ്സ് വിറച്ചു തുടങ്ങിയത്. ഞാനായിരിക്കും മുഖ്യപ്രതി എന്നെനിക്കറിയാമായിരുന്നു. കാരണം ഞാനാണല്ലോ ഈ പ്രൊജക്ടിന്റെ ഡയറക്ടർ. എന്തായാലും സതീഷ് ധവാനോടൊപ്പം പത്രസമ്മേളന സ്ഥലത്തേക്ക് ഞാൻ നടന്നു. അവിടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തിയ സതീഷ് ധവാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു. ഇത് ആദ്യ ശ്രമമല്ല. എൻ്റെ എല്ലാ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട്
കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിജയിക്കാനായില്ലെങ്കിലും അടുത്ത വർഷം എൻ്റെ ശാസ്ത്രജ്ഞന്മാരും സ്റ്റാഫും വിജയം കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തുടർന്നും എൻ്റെ പിന്തുണ അവർക്കുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി. അങ്ങനെ പരാജയത്തിൻ്റെ സകല ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപ ബംഗാൾ ഉൾക്കടലിൽ കൊണ്ട് കളഞ്ഞില്ലേ എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്നീട് അടുത്ത വർഷം, അതായത് 1980 ജൂലൈ 18 കൗതുകകരമായ മറ്റൊരു കാര്യം നടന്നത്. അന്ന് ഞങ്ങൾ വിജയം കൈവരിച്ച ദിവസം SLV3 3 വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷം മിസ്റ്റർ സതീഷ് ധവാൻ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഒറ്റയ്ക്ക് പോയി പത്രസമ്മേളനം നടത്താൻ. അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പരാജയം ഉണ്ടായപ്പോൾ സകല ഉത്തരവാദിത്വവും സ്വയം ഏറ്റ അദ്ദേഹം വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ടീമിനായി നൽകി. അതാണ് യഥാർത്ഥ ലീഡർ, യഥാർത്ഥ നായകൻ. അതാണ് യഥാർത്ഥത്തിൽ ക്ലാസ് എന്ന് പറയുന്നത്. ഒട്ടനവധി തലങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും മനസ്സിലാക്കുക, വിജയങ്ങളെല്ലാം തൻ്റെതാക്കും. ഒരു യുദ്ധത്തിൽ കമാൻഡർ വരികയാണ്, ആ കമാൻഡറിനാണ് വിജയത്തിൻ്റെ എല്ലാം ക്രെഡിറ്റും. അല്ലെ ചക്രവർത്തിക്കാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസിഡന്റിനാണ്. പക്ഷേ പരാജയം വരുമ്പോഴോ അത് സേനയുടേതാണ്, പട്ടാളക്കാരുടേതാണ് എന്നായിരിക്കും പലപ്പോഴും പറയുന്നത്. പരസ്പരം പഴിചാരുന്ന ഒരിടങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സംരംഭങ്ങളും. പക്ഷെ ഇവിടെ മിസ്റ്റർ സതീഷ് ധവാൻ ഏറ്റെടുത്തത് എന്താണ്? ഒരു രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംരംഭമായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് നിക്ഷേപം. പക്ഷേ അത് തകർന്നടിഞ്ഞു, മനസ്സിൽ മാത്രമല്ല നമ്മളിലും. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റെടുത്തു ആ എല്ലാ പഴിചാരലുകളും, കുറ്റപ്പെടുത്തലുകളും, പരാജയവും എല്ലാം. എന്തൊരു നല്ല മനസ്സാണത്! ആ മനസ്സിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ട്, നമ്മിലുണ്ട്, നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും അതെപ്പോഴും പരിപോഷിപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്, കാത്തു വയ്ക്കേണ്ട ഒന്ന് തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെയാണ്. ഒത്തിരി താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം, മറ്റൊരു വിശേഷവുമായി, മറ്റൊരു ഗുണപാഠ കഥകളുമായി. ഓക്കെ, താങ്ക് യു.